my dear friends, welcome back to my channel. Let's make food simple. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓളും കൊടുത്തേക്കണം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രെഡ് കൊണ്ട് ഒരു സ്നാക്ക് ഐറ്റമാണ്. ബ്രെഡിൻ്റെ അകത്ത് നമ്മൾ ചീസ് വെച്ചിട്ട് ഒരു ബ്രെഡ് ചീസ് ബോൾസ് ആണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. പൊതുവേ നമ്മൾ ബ്രെഡ് ചീസ് ബോൾസ് ചെയ്യുമ്പോൾ ബ്രെഡ് വെള്ളത്തിൽ മുക്കി അതിൻ്റെ അകത്ത് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ റെസിപ്പി ഞാൻ അതിനേക്കാളും ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് വ്ളോഗിലോട്ട് കിടക്കാം. ബ്രെഡ് ചീസ് ബോൾസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു ഫില്ലിംഗ് റെഡിയാക്കണം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു പൊട്ടറ്റോ നേരത്തെ വേവിച്ച് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൊത്തി അരിഞ്ഞ സവാള ഒരു 1/2 കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വലിയ പച്ചമുളക് അതും അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കൈപ്പിടി അളവിന് കൊത്തി അരിഞ്ഞ മല്ലിയില. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞു വെച്ചത്. നമ്മൾ ഇതിൻ്റെ അകത്ത് വെളുത്തുള്ളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി അടുത്തതായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി വേണം, അതും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ റെസിപ്പീൻ്റെ അകത്ത് മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ബ്രെഡ് സ്ലൈസസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു 4 തൊട്ട് 5 ബ്രെഡ് സ്ലൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് സ്ലൈസസ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് സൈഡ് ഉൾപ്പെടെ ചേർത്ത് കൊടുക്കാം, സൈഡ് ഇല്ലാതെയും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഞാനിത് സൈഡ് ഉൾപ്പെടെയാണ് ചേർത്തേക്കുന്നത്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പാകം കണ്ടോ? നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കണം. ഇനി നമുക്ക് വേഗം സമയം കളയാതെ ഇതൊന്ന് ഉരുട്ടി റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം കുറച്ച് ഫില്ലിംഗ് കയ്യിലെടുക്കുക. ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നിട്ട് ഇതുപോലെ ഉരുട്ടി ചെറിയൊരു കുഴിയൊന്നും ഉണ്ടാക്കുക. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ക്യൂബ്സ് ആക്കി വെച്ചിരിക്കുന്ന ചീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മെല്ലനെ പൊതിഞ്ഞ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഒന്നും പൊട്ടത്തൊന്നുമില്ല, ഈസിയാണ് ചെയ്യാൻ. കണ്ടോ? എന്നിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇനി ഇതിനൊരു കോട്ടിംഗ് കൊടുക്കാൻ വേണ്ടി ഞാൻ ബ്രെഡ് വെറുതെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രഷ് ബ്രെഡ് ക്രംസ്. ഇത് റെഡിയാക്കി വെക്കുക. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ റെഡിയാക്കി വെക്കുക. അതിൻ്റെ അകത്തേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലേശം വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കണം. ഈ കോൺഫ്ലവറിന് പകരം നമുക്കൊരു മുട്ട അടിച്ചെടുത്താലും മതി. ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന കോട്ടിങ്ങിൽ ഈ ഓരോ ഉരുണ്ടകളിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാം. അതിനുവേണ്ടി ആദ്യം കോൺഫ്ലവർ കൊണ്ട് കോട്ട് ചെയ്യുക. എന്നിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്യുക. നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. അതിനുശേഷം ഇതുപോലെ റെഡിയാക്കി എടുക്കണം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. ഇവിടെ എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ഉരുണ്ടകൾ ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ ഇതുപോലെ മുരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ടിഷ്യൂ പേപ്പറിലോട്ട് ആദ്യം കോരി മാറ്റാം. പിന്നെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് കോരി എടുക്കാറാവുമ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണ കുടിക്കും. ഈ ചീസ് ബോൾസ് എത്രത്തോളം ക്രിസ്പിയാണെന്ന് ഞാനൊരു ഫോർക്ക് കൊണ്ട് ഉപയോഗിച്ച് കാണിച്ചു തരാം. കണ്ടോ? നല്ല ക്രിസ്പിയാ, പുറമെ അകം നല്ല സോഫ്റ്റ് ആയിരിക്കും. എന്നാൽ ഇടയ്ക്ക് ഒരു മെൽറ്റഡ് ചീസിൻ്റെ ബൈറ്റും കിട്ടുകയും ചെയ്യും. ഇനി നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോന് പകരം ചിക്കൻ മിൻസ് ചെയ്തിട്ടായാലും ചേർത്ത് കൊടുക്കാം.
റെഡി ആയിരിക്കുന്ന ഒരു ചീസ് ബോൾസ് ഞാനൊന്ന് അകം എങ്ങനെ ഇരിക്കുന്നു കാണിച്ചു തരാം. കണ്ടോ, ചീസ് ഇതുപോലെ മെൽറ്റ് ആയിട്ടുണ്ടോ? ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ഇതെല്ലാവരും റെഡിയാക്കൂ, എന്നാലേ ഇതിൻ്റെ രുചി എന്താണെന്ന് പിടികിട്ടുള്ളൂ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ബ്രെഡ് ചീസ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രെഡ് വെള്ളത്തിൽ മുക്കി അതിൻ്റെ അകത്ത് ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ബ്രെഡ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു റെസിപ്പി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബ്രെഡ് ചീസ് ബോൾസ് നമുക്ക് ഇങ്ങനെയും തയ്യാറാക്കാമെന്ന്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിലിത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കും. ഇനി അടുത്തൊരു വ്ളോഗുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.